വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്, ഗോവിന്ദചാമി കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്നാണ്. ഈ പ്രസ്താവന കേട്ടപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം മനസ്സിൽ ഉയരുന്നു. കേരളത്തിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കുമോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ദുരന്തത്തെക്കുറിച്ചാണ്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവം. ഒരു കുരുന്നിന്റെ ജീവൻ പൊലിഞ്ഞതിന് പിന്നിൽ CPM നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ ഗുരുതരമായ അനാസ്ഥയാണെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. മിഥുന്റെ ദാരുണമായ അന്ത്യം കഴിഞ്ഞ ജൂലൈ 17-നാണ്. മിഥുൻ എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂളിൽ വെച്ച് ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടു. സ്കൂളിൽ കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണ് ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു. ക്ലാസ് ബെഞ്ച് ഉപയോഗിച്ച് ഷെഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കവേ കാൽ വഴുതി വൈദ്യുത ലൈനിലേക്ക് വീഴുകയായിരുന്നു മിഥുൻ. മറ്റു കുട്ടികൾ നോക്കി നിൽക്കുകയാണ് ഈ ദാരുണ സംഭവം നടന്നത്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായ അനാസ്ഥയ്ക്ക് ഇതിലും വലിയ തെളിവ് വേണം. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചത് എങ്ങനെയാണെന്ന് ആരെയും ഞെട്ടിക്കുന്നതാണ്. നടപടികൾ വെറും പ്രഹസനങ്ങളായിരുന്നു. ആദ്യം സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രം നടപടിയെടുത്ത് ഈ വിഷയത്തെ ഒതുക്കി തീർക്കാനാണ് CPM ശ്രമിച്ചത്. എന്നാൽ വ്യാപകമായ ജനരോഷം ഉയർന്നതോടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതരായി. തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടടക്കം സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. നേരത്തെ മാനേജറുടെ വിശദീകരണം തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഈ നടപടി. മാനേജറെ അയോഗ്യനാക്കുകയും ചെയ്തിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്, മിഥുൻ കേരളത്തിന്റെ മകനാണ്, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ്. സ്കൂൾ സുരക്ഷ സംബന്ധിച്ച് നേരത്തെ പുറത്തിറക്കിയ സർക്കുലർ അനുസരിച്ച് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി തുടർ നടപടി എടുക്കുമെന്നും ഉദ്യോഗസ്ഥ സംഘം സ്കൂളുകൾ സന്ദർശിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംഭവത്തെ തുടർന്ന് മുഖ്യമന്ത്രി ജില്ലാ കളക്ടറുടെ യോഗം വിളിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ സേഫ്റ്റി സെൽ രൂപീകരിച്ചതായും പൊതുജനങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ഈ സെല്ലിനെ സമീപിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതൊക്കെ വെറും പ്രഹസനങ്ങൾ മാത്രമായിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു കുട്ടി മരിച്ചതിന് ശേഷം മാത്രം ഉണരുന്നത് എന്തിനാണ്? നേരത്തെ പുറത്തിറക്കിയ സർക്കുലറുകൾ എവിടെയായിരുന്നു? അവയൊന്നും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആരും ഉണ്ടായിരുന്നില്ലേ? അതെ, ഇവിടെ ആ ഇരട്ടത്താപ്പ് നയം ചോദ്യം ചെയ്യപ്പെടുകയാണ്. CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെ സംരക്ഷിക്കാൻ ആദ്യം ശ്രമിക്കുകയും ജനരോഷം ഉയർന്നപ്പോൾ മാത്രം നടപടിയെടുക്കുകയും ചെയ്തത് പാർട്ടിയുടെ ഇരട്ടത്താപ്പ് നയത്തിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. പാർട്ടിയുടെ ആളുകൾ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് എന്തനാസ്ഥ കാണിച്ചാലും അവർക്ക് സംരക്ഷണം നൽകുക എന്നത് CPMന്റെ സ്ഥിരം ശൈലിയാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ നീതി ഉറപ്പാക്കുമെന്ന ചോദ്യം ഉയർത്തുന്നു. ഇനിയെങ്കിലും നീതി ലഭിക്കുമോ? ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇനിയെങ്കിലും നമ്മുടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമോ? വെറും പ്രസ്താവനകളിൽ ഒതുങ്ങാതെ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുമോ? ഭാവിയിൽ ഒരു മിഥുൻ ആവർത്തിക്കാതിരിക്കുവാൻ ഭരണകൂടം എന്ത് ചെയ്യും? ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.